റെഡ്മിയുടെ റെഡ്മി നോട്ട് 12 4G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 15,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റെഡ്മി നോട്ട് 12 4G എന്ന ഫോണിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. ആദ്യം നമ്മൾ എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമുക്ക് മൊത്തത്തിൽ എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഈ ഒരു ഫോണിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അമോലെഡ് ഡിസ്പ്ലേ ഇതിൽ വരുന്നുണ്ട്. അതുമാത്രമല്ല 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 240 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഇതിൽ വരുന്നുണ്ട്. പിന്നെ പഞ്ചോൾ ഡിസൈനും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് 1200 നിറ്റ്സ് വരെ വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ നമുക്ക് അമോലെഡ് ഡിസ്പ്ലേയും 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും അതുപോലെ തന്നെ പഞ്ചോൾ ഡിസൈനും പിന്നെ കൂടിയൊരു പീക്ക് ബ്രൈറ്റ്നസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമുക്ക് എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ തരക്കേടില്ല എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 186 ഗ്രാം ആണ്. തിക്നെസ് വരുന്നത് 7.85 mm ആണ്. പിന്നെ IP53 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൻ്റെ 3 കളർ വേരിയൻസ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ലൂണാർ ബ്ലാക്ക്, ഫ്രോസ്റ്റഡ് ഐസ് ബ്ലൂ, അതുപോലെ തന്നെ സൺറൈസ് ഗോൾഡും. പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതും നമുക്ക് തരക്കേടില്ലാത്ത ഫീച്ചേഴ്സിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. സ്നാപ്ഡ്രാഗൺ 685 എന്നുള്ള പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് സ്നാപ്ഡ്രാഗൺ 680 എന്ന പ്രോസസ്സറിൻ്റെ ഒരു ഓവർ ക്ലോക്ക് ചെയ്തിട്ടുള്ള വെർഷനാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ തരക്കേടില്ലാത്തൊരു പ്രോസസ്സർ എന്ന് പറയാം, അത്രേ ഉള്ളൂ. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ പെർഫോമൻസ്, ഗെയിമിംഗ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ MediaTekൻ്റെ ഹീലിയോ G99, G96 അതല്ലാന്നുണ്ടെങ്കിൽ ഡിമെൻസിറ്റി 810 ഇതുപോലുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ നോക്കാവുന്നതാണ്. ഡിമെൻസിറ്റി 810ൽ 5G സപ്പോർട്ടും വരുന്നതായിരിക്കും. പിന്നെ ചിലപ്പം ഓഫറിൽ സ്നാപ്ഡ്രാഗൺ 695 പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ലഭിച്ചേക്കാം. പിന്നെ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ തന്നെ 6GB റാം ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബേസ് വേരിയൻറ്റിൽ 6GB റാമിൻ്റെ കൂടെ 64GB ഇൻറ്റേർണലാണ് വരുന്നത്. പിന്നെ 6GB റാം 128GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. ഈ ഒരു ഫോണിൽ 5G സപ്പോർട്ടൊന്നും വരുന്നില്ല. ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. മാക്സിമം 4G സപ്പോർട്ടേ ഇതിൽ വരുന്നുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ചില ഫോണുകളിലൊക്കെ 5G സപ്പോർട്ട് ഇപ്പം വരുന്നുണ്ട്. പിന്നെ LPDDR4Xൻ്റെ റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ കൊടുത്തിട്ടുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ട് ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. 3.5mm മോഡി ജാക്ക് ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ Android 13 ബേസ് ചെയ്തിട്ടുള്ള MIUI സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നമുക്ക് തരക്കേടില്ലാത്ത ഫീച്ചേഴ്സിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 50 മെഗാ പിക്സലിൻ്റെ 1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. ഇത് സാംസങ് Gen 1 സെൻസറാണ്. പിന്നെ 8 മെഗാ പിക്സലിലെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 120 ഡിഗ്രിയാണ്. മൂന്നാമത് 2 മെഗാ പിക്സലിലെ മാക്രോ ലെൻസും വരുന്നുണ്ട്. ഫ്രണ്ടിൽ 13 മെഗാ പിക്സലിലെ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 5000 mAhൻ്റെ ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് തിരക്കേടില്ലാത്ത നല്ലൊരു ചാർജിങ് സ്പീഡൊക്കെ തന്നെയാണ്. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അവൻ ബാറ്ററി സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തിരക്കേടില്ലാത്ത ഒരു സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുറച്ചൊക്കെ നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ സിംഗിൾ സ്പീക്കറേ വരുന്നുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. പിന്നെ റെഡ്മി നോട്ട് 11 എന്ന ഫോണിൻ്റെ സക്സസറായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. റെഡ്മി നോട്ട് 11ൽ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഫോണിലോട്ട് വരുമ്പോൾ സിംഗിൾ സ്പീക്കറേ വരുന്നുള്ളൂ. അപ്പോൾ അത് കുറച്ച് നിരാശപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 6GB റാം 64GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 14,999 രൂപയാണ്. അതുപോലെ 6GB റാം 128GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 16,999 രൂപയാണ്. പിന്നെ ICCയുടെ കാർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1000 രൂപയുടെ ഓഫും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ഏപ്രിൽ 6 മുതലാണ് ഫോണിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആമസോൺ വഴിയും അതുപോലെ തന്നെ mi.com വഴിയുമാണ് ഫോണിൻ്റെ സെയിൽ നടക്കുന്നത്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തരക്കേടില്ലാത്ത ഫീച്ചേഴ്സൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ റെഡ്മി നോട്ട് 12 4Gയിൽ വരുന്നുണ്ട്. എന്നാലും ഈ ഒരു സ്മാർട്ട് ഫോൺ റെഡ്മി നോട്ട് 11 4G എന്ന ഫോണിൻ്റെ ഒരു അപ്ഗ്രേഡഡ് വെർഷനാണ്. ഇപ്പോൾ റെഡ്മി നോട്ട് 11 ആയിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൽ എക്സ്ട്രാ ആയിട്ട് 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രോസസ്സറിൻ്റെ കാര്യത്തിലൊക്കെ ചെറിയ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്.
പ്രോസസ്സറിൻ്റെ കാര്യത്തിൽ ഭയങ്കര വലിയ ഡിഫറൻസ് ഒന്നും വരുന്നില്ല, ബാക്കി പല ഫീച്ചേഴ്സും സെയിം ആണ്. അതുപോലെ തന്നെ ഒരു ഡൗൺ ഗ്രേഡും ഇതിൽ വരുന്നുണ്ട്. ഇതിൽ സിംഗിൾ സ്പീക്കറേ വരുന്നുള്ളൂ. നോട്ട് 11 ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് ഈ ഫോണിൻ്റെ വില ഒരു 2000 രൂപ കൂടിയിട്ടുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ വില കുറച്ചും കൂടിയൊക്കെ ഒന്ന് കുറയ്ക്കായിരുന്നു. അറ്റ്ലീസ്റ്റ് ഒരു 13,999 രൂപയെങ്കിലും ആക്കായിരുന്നു. എന്തായാലും ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും റെഡ്മി നോട്ട് 12 4G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. തരക്കേടില്ലാത്ത ഒരു ഫോണായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.